അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ മോളെ, ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? അതിൽ ഫൈലം പോറിഫറ, ഫൈലം സീലൻഡറൈറ്റ് നമ്മൾ നന്നായിട്ട് പഠിച്ചു. ഇനി മൂന്നാമത്തെ ഫൈലമാണ് ഫൈലം ടീനോഫോറ. നാലാമത്തെ ഫൈലം ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. അഞ്ചാമത്തത് ആഷ് ഹെൽമിന്തസ്. ആറാമത്തത് എന്നലിഡ. ഏഴാമത്തത് ആർത്രോപോഡ. എട്ടാമത്തത് മൊള്ളുസ്ക, എക്കൈനോഡെർമേറ്റ, ഹെമികോർഡേറ്റ, കോർഡേറ്റ. ഇങ്ങനെ 11 ഫൈലങ്ങളാണ് മൊത്തം ഉള്ളത്. ഓക്കെ, ഇതിന് 1 by 1 ആയിട്ട് നമ്മൾ പഠിക്കും. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോറിഫറയും സീലൻഡ്രൈറ്റിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, പോറിഫറയും സീലൻഡ്രൈറ്റിനെയും കുറിച്ച് പഠിച്ചു. സെന കേൾക്കാവോ? സെന കേൾക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ പോറിഫറയിൽ നമ്മൾ പഠിച്ചു, പോറിഫറയെ നമ്മൾ സ്പോഞ്ചസ് എന്നറിയപ്പെടും. അവര് മറൈൻ ഓർഗാനിസംസ് ആണ്, അസിമെട്രിക്കൽ ആണ്, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, ഹെർമാഫ്രോഡൈറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. ആണും പെണ്ണും ഒന്ന് തന്നെയാണ്. ഓക്കെ, ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ല, ആണും പെണ്ണും ഒന്ന് തന്നെയാണ്. അതിനെയാണ് ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അവർ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തും ബൈ ഫ്രാഗ്മെന്റേഷൻ. പിന്നെ ഇൻഡയറക്ട് ഡെവലപ്മെന്റ് കാണിക്കും, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ കാണിക്കും, ഇൻട്രാസെല്ലുലർ ഡൈജഷൻ കാണിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു അവർക്ക് ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റം ഉണ്ട്. അവരുടെ ശരീരത്തിൽ വെള്ളം എൻ്റർ ചെയ്യുന്നത് ഓസ്റ്റിയയിലൂടെയാണ്. പിന്നെ ഒരു സെൻട്രൽ കാവിറ്റി ഉണ്ട്, അതിനെ സ്പഞ്ചോസീൽ എന്ന് വിളിക്കും. വെള്ളം പുറത്തോട്ട് പോകുന്നത് ഓസ്കുലം വഴിയാണ്. ഇതൊക്കെ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഈ സ്പഞ്ചോസീൽസിനെ ലൈൻ ചെയ്തുകൊണ്ട് കുറെ സെൽസുകളുണ്ട്. ആ സെൽസുകൾക്ക് പറയുന്ന പേരാണ് കോളാർ സെൽസ് ഓർ കാനോസൈറ്റ്സ്. ഓക്കെ, പിന്നെ എക്സാമ്പിൾസും പഠിച്ചു. എന്തൊക്കെയായിരുന്നു? സൈക്കൺ, യൂസ്പോഞ്ചിയ, സ്പോഞ്ചില്ല. അതാണ് 3 എക്സാമ്പിൾസ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പോറിഫറയിൽ പഠിച്ചത്. രണ്ടാമത്തെ ഫൈലം ആയിരുന്നു സീലൻഡറേറ്റ. സീലൻഡറേറ്റയുടെ മറ്റൊരു പേരാണ് നിഡേറിയ. ഓക്കെ, ഇവരും അക്വാട്ടിക് ആണ്, മറൈൻ ആണ്, റേഡിയൽ സിമെട്രി കാണിക്കും, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, ഡൈജഷൻ എക്സ്ട്രാ സെല്ലുലാറും ഇൻട്രാസെല്ലുലാറും കാണിക്കും. ഓക്കെ, ഇവരെ കോറൽസ് എന്നറിയപ്പെടും. കാരണം ഈ കോറൽസുകളുടെ സ്കെലട്ടൺ ഉണ്ടാക്കിയിട്ടുള്ളത് കാൽഷ്യം കാർബണേറ്റുകൾ കൊണ്ടാണ്. കാൽഷ്യം കാർബണേറ്റ് എന്നുള്ള മെറ്റീരിയൽ കൊണ്ടാണ് പവിഴപ്പുറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത്. പവിഴപ്പുറ്റുകളുടെ ഫൈലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈലം സീലൻഡറേറ്റ or otherwise called നിഡേറിയ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് നിഡേറിയ എന്നറിയപ്പെടുന്നത് എന്നറിയോ? കാരണം അവരുടെ ശരീരത്തിൽ എന്തുണ്ട്? നിഡോബ്ലാസ്റ്റുകൾ ഉണ്ട്. ഇവരുടെ ടെന്റക്കിൾസിന്റെ അകത്ത് നിഡോബ്ലാസ്റ്റുകൾ ഉള്ളത് കാരണം കൊണ്ടാണ് ഫൈലം സീലൻഡറേറ്റ ഈസ് കോൾഡ് ഫൈലം നിഡേറിയ. നിഡോബ്ലാസ്റ്റുകളെ 3 മെയിൻ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ഫോർ ആങ്കറേജ്, യൂസ്ഡ് ഫോർ ഡിഫെൻസ്, ക്യാപ്ചർ ഓഫ് പ്രേ. 3 കാര്യങ്ങൾക്കാണ് ഫൈലം സീലൻഡറേറ്റയുടെ നിഡോബ്ലാസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇന്നലെ പഠിച്ചു. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഇവർക്ക് വലിയൊരു വയർ ഉണ്ട് അല്ലേ? ഈ വയറിന്റെ പേരാണ് ഗ്യാസ്ട്രോവാസ്കുലാർ കാവിറ്റി. പിന്നെ ഇവർക്ക് വലിയൊരു മൗത്ത് ഉണ്ട്. ഇവരുടെ മൗത്തിന് നമ്മൾ വിളിക്കുന്നത് ഹൈപ്പോസ്റ്റോം എന്നാണ്. അപ്പൊ ഗ്യാസ്ട്രോവാസ്കുലാർ കാവിറ്റി ഉള്ള ഫൈലം സീലൻഡറേറ്റയാണ്. സിംഗിൾ ഓപ്പണിംഗ് ആയിട്ടുള്ള ഹൈപ്പോസ്റ്റോം ഉള്ള ഫൈലവും സീലൻഡറേറ്റയാണ്. ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. 2 രീതിയിൽ നമ്മുടെ സീലൻഡറേറ്റകൾക്ക് ഇരിക്കാൻ പറ്റും. ദേ എക്സിബിറ്റ് 2 ബോഡി ഫോംസ്. ഒന്ന് ജെല്ലി ഫിഷ് ഇരിക്കുന്നത് പോലെ ഒരു അംബ്രല ലൈക്ക് സ്ട്രക്ചർ അല്ലെ? ഈ അംബ്രല ലൈക്ക് സ്ട്രക്ചറിന് പറയുന്ന പേരാണ് മെഡൂസ. ഓക്കെ, പിന്നെ ചില ആളുകളുണ്ട് അഡാംസി ഇരിക്കണ പോലെ ഇരിക്കുക. അതിന്റെ പേര്, ഈ രൂപത്തിന്റെ പേരാണ് പോളിപ്പ്. അപ്പൊ 2 രൂപത്തിലാണ് ഫൈലം സീലൻഡറേറ്റ് ഒക്കെ ഇരിക്കാൻ പറ്റുന്നത്. ഒന്ന് മെഡൂസ രൂപത്തിലും ഒന്ന് പോളിപ്പിന്റെ രൂപത്തിലും. മെഡൂസ രൂപത്തിലാണെങ്കിൽ അവർക്ക് ഇങ്ങനെ നീന്തി കളിക്കാൻ പറ്റും, വെള്ളത്തിലൊക്കെ നീന്തി കളിക്കാൻ പറ്റും അല്ലെ? ജെല്ലി ഫിഷ് നീന്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും അല്ലെ? അതേപോലെ അഡാംസിയുടെ കേസിലാണെങ്കിൽ അവർക്ക് നീന്താനൊന്നും പറ്റില്ല, മണ്ണിൽ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കും. ഓക്കെ, അപ്പൊ മെഡൂസ രൂപത്തിലിരിക്കുന്ന ഒരു ജീവിയാണ് ഒറീലിയാണ് നമ്മുടെ ജെല്ലി ഫിഷ്. ഓക്കെ, പോളിപ്പ് രൂപത്തിലിരിക്കുന്ന ഒരു ജീവിയാണ് നമ്മുടെ അഡാംസിയ.
അഡാംസിയ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചില ജീവികളുണ്ട്. ഫോർ എക്സാമ്പിൾ ഒബീലിയ എന്നുള്ള ഒരു ജീവിയുണ്ട്, ഒബീലിയ. ഈ ഒബീലിയ പറഞ്ഞ ജീവിക്ക് മെഡൂസി ആയിട്ടിരിക്കാനും പറ്റും, പോളിപ്പായിട്ടിരിക്കാനും പറ്റും. മിസ് ഈ ഫോട്ടോയിൽ ഇട്ടിട്ടില്ല കേട്ടോ ഒബീലിയ. ഒബീലിയ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, മെഡൂസ പോളിപ്പായിട്ട് മാറും. മെഡൂസ പോളിപ്പായിട്ട് മാറുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴിയാണ്. ഓക്കെ, അതേപോലെ പോളിപ്പ് മെഡൂസിയായിട്ട് മാറുന്നത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴിയാ. ഇങ്ങനത്തെ ഒരു ബോഡി ഫോംസ്, രണ്ട് ബോഡി ഫോംസിൽ ഇരിക്കാൻ പറ്റുന്ന ജീവിയാണ് ഒബീലിയ. മെഡൂസ പോളിപ്പായിട്ട് മാറും, പോളിപ്പ് മെഡൂസിയായിട്ട് മാറും. ഈ ഒരു ഫിനോമിനക്ക് പറയുന്ന പേരാണ് മെറ്റാജനസിസ്. മെറ്റാജനസിസ്. അപ്പൊ എക്സാമിന് ചോദിക്കാറുണ്ട്, മെറ്റാജനസിസ് എന്നുള്ള പ്രോപ്പർട്ടി ഏത് ഫൈലത്തിന്റെ പ്രത്യേകതയാണ്? അത് നമ്മുടെ ഫൈലം സീലൻഡറേറ്റയുടെ പ്രത്യേകതയാണ്. ഓക്കെ, മെറ്റാജനസിസ് കാണിക്കുന്ന ഒരു ജീവിയുടെ പേരെന്ത്? ഒബീലിയ. ഒബീലിയ. ഓക്കെ, മനസ്സിലായോ മക്കളെ? അപ്പൊ അത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. മെഡൂസ രൂപത്തിലിരിക്കുന്ന ഒരു ജീവിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഒറീലിയ. പോളിപ്പ് രൂപത്തിലിരിക്കുന്ന ഒരു ജീവിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അഡാംസിയ. മെഡൂസയും പോളിപ്പുമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ജീവിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഒബീലിയ. ഒബീലിയ കാണിക്കുന്ന പ്രോപ്പർട്ടി ഏതാ? മെറ്റാജനസിസ്. ഓക്കെ, മെറ്റാജനസിസ്. ക്ലിയർ ആയോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നലെ കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു അല്ലെ? എങ്ങനെയാ സിലിണ്ടറേറ്റഡ് എക്സാമ്പിൾസ്? ഇതാരാ? ഒരു മിനിറ്റ്, ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഫൈലം സീലൻഡറേറ്റയുടെ 5 ഉദാഹരണങ്ങളാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ആദ്യത്തെ ഉദാഹരണമാണ് ഫൈസാലിയ. ഇന്നലെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഫൈസാലിയൻ അറിയപ്പെടുന്നത് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ ആണ്. ഒരു മുങ്ങിക്കപ്പലിരിക്കുന്നത് പോലെയാണ് നമ്മുടെ ഫൈസാലിയനെ കാണുന്നത്. അതിന്റെ 1/4 ഭാഗം ശരീരം വെള്ളത്തിന്റെ താഴെയായിരിക്കും, ബാക്കി ഭാഗം അതിന്റെ വെള്ളത്തിന്റെ മുകളിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് കാരണം കൊണ്ടാണ് അവർ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. പോർച്ചുഗീസുകാർ പണ്ട് നമ്മളെ നാടിനെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ സബ്മറൈൻസുകൾ, അവർക്കെതിരെ നമ്മൾ യൂസ് ചെയ്ത സബ്മറൈൻസുകളൊക്കെ ഈ രൂപത്തിലായിരുന്നു. അപ്പൊ ഇവരെ കാണാൻ മുങ്ങിക്കപ്പൽ പോലെയുണ്ട്. അത് കാരണം കൊണ്ടാണ് ഫൈസാലിയനെ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ആളാണ്, കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു പൂവ് പോലെയുണ്ട് അല്ലെ? ഇവരെയാണ് നമ്മൾ അഡാംസിയ എന്ന് പറയുന്നത്. അഡാംസിയ അല്ലെങ്കിൽ സീ ആനിമോൺ എന്ന് പറയും. അഡാംസിയ എന്നുള്ളത് സയന്റിഫിക് നെയിമാണ്, സീ ആനിമോൺ എന്നുള്ളത് കോമൺ നെയിമാണ്. സീ ആനിമോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ പൂവ് എന്നാണ് അർത്ഥം. കടൽ പൂവ്. ഓക്കെ, ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. അഡാംസിയയുടെ കോമൺ നെയിം മാച്ച് ചെയ്യാൻ പറയും, ഫൈസാലിയയുടെ കോമൺ നെയിം മാച്ച് ചെയ്യാൻ പറയും. അപ്പൊ ഫൈസാലിയ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, അഡാംസിയ സീ ആനിമോൺ. വളരെ സിമ്പിൾ ആണ് കേട്ടോ. അല്ലെങ്കിൽ ഇവരുടെ ഫൈലം കണ്ടെത്താൻ പറയും. അപ്പൊ അഡാംസിയ സീലൻഡറേറ്റ, ഫൈസാലിയ സീലൻഡറേറ്റ ആണ് എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. സീലൻഡറേറ്റയുടെ മറ്റൊരു പേരാണ് നിഡേറിയ. നിഡോബ്ലാസ്റ്റുകൾ ഉള്ളത് കാരണം കൊണ്ടാണ് നിഡേറിയ എന്നറിയപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഇത് ഒരു തൂവല് പോലെയുണ്ട് അല്ലെ? പണ്ടൊക്കെ ആളുകൾ കഥ എഴുതാനൊക്കെ തൂവലിന്റെ അകത്ത് ഈ റിമ്മിന്റെ അകത്ത് എന്ത് നടക്കും? ഇങ്ക് നിറച്ചിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കടൽ പേന പോലെയുണ്ട് അല്ലെ? കടൽ പേന അല്ലെങ്കിൽ പെന്നാറ്റുല എന്ന് പറയും. പെന്നാറ്റുല കടൽ പേന, സീ പെൻ. ഓക്കെ, ഇത് ഇതൊരു വിഷറി പോലെയുണ്ട് അല്ലെ? നമ്മളൊക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്ന, ഇപ്പൊ നമുക്ക് ഫാനൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് ഒരു വിഷറി ആയിരുന്നു നമ്മുടെ ഫാനിൽ. അത് കാരണം കൊണ്ട് കടൽ പങ്ക അല്ലെങ്കിൽ സീ ഫാൻ എന്നറിയപ്പെടുന്ന ഒരു ജീവിയാണ് ഗോർഗോണിയ. ഇതൊക്കെ കടലിന്റെ അടിത്തട്ടുകളിൽ ജീവിക്കുന്ന ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ജീവികളാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തലച്ചോറ് പോലെ തോന്നുന്നുണ്ട് അല്ലെ? കാരണം തലച്ചോറ് പോലെ, ബ്രെയിന് പോലെ തോന്നുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഇതിനറിയപ്പെടുന്നത് ബ്രെയിൻ കോറൽ എന്ന്. അതിന്റെ സയന്റിഫിക് നെയിം മീൻഡ്രീന ബ്രെയിൻ കോറൽ. അപ്പൊ ഇത്രേ കാര്യങ്ങളുള്ളൂ നമ്മൾ സിലിണ്ടറേറ്റയിൽ പഠിക്കാൻ. ഓക്കെ, എക്സാമിന് ഈ ഭാഗത്തുനിന്ന് ചോദിച്ച ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വൈ സിലിണ്ടറേറ്റ്സ് ആർ കോൾഡ് നിഡേറിയൻസ്? എന്തുകൊണ്ടാ? കാരണം സിലിണ്ടറേറ്റുകൾക്ക് എന്തുണ്ട്? നിഡോബ്ലാസ്റ്റുകൾ ഉണ്ട്. അത് കാരണം കൊണ്ടാണ് ഇവരെ നിഡേറിയൻസ് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ 2 ഡയഗ്രാംസ് തന്നിട്ടുണ്ട്, എയും ബിയും. ഇതിൽ എ ഏതാ? മക്കളെ?
എ മെഡൂസ, വെരി ഗുഡ്. ബി എന്താണ്? പോളിപ്പാണ് കേട്ടാ, പോളിപ്പാണ്. ഓക്കെ, ഇത് മെഡൂസ, ഇത് പോളിപ്പ്. മെഡൂസ രൂപത്തിലിരിക്കുന്ന ഒരു ജീവിയാണ് ആര്? യെസ്, ഒറീലിയ. പോളിപ്പ് രൂപത്തിലിരിക്കുന്ന ഒരു ജീവിയാണ് അഡാംസിയ. വെരി ഗുഡ്. ഓക്കെ, okay, identify and write the names of A and B, Medusa and polyp. Write any two differences between them. ഒന്ന് അംബ്രല ലൈക്ക് ആണ്, മറ്റൊന്ന് ഇൻവേർട്ടഡ് അംബ്രല പോലെയാണ് അല്ലേ. ഒന്ന് എന്താണ്? ഫ്രീ സ്വിമ്മിങ് ആണ്, ഫ്രീ സ്വിമ്മിങ് ആണ്, വെള്ളത്തിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ സ്വിം ചെയ്ത് കളിക്കും അല്ലെ. മറ്റേത് എന്താണ്? മറ്റേത് സെസൈൽ ആണ്. സെസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഭൂമി കടലിന്റെ അടിത്തട്ടിൽ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്ന ഒരു രൂപം, അതിനെയാണ് സെസൈൽ എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അയക്കുമ്പോൾ ഞാൻ ഇടാട്ടാ, നോട്ടിലിടാം. ഓക്കെ, ഇതിന്റെ ആൻസർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങളുടെ നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ മെൻഷൻ ചെയ്യും. ഓക്കെ, ഇനി അപ്പൊ വീണ്ടും സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എ എന്താ, ബി എന്താ ട്ടാ. ഇനി അങ്ങനെയാണെങ്കിൽ അതൊക്കെ അവിടെ കിടക്കട്ടെ. ഈ സ്ട്രക്ചർ എന്താ മക്കളെ? ഈ സ്ട്രക്ചർ എന്താ? നിഡോബ്ലാസ്റ്റ്. ഇതാണ് നിഡോബ്ലാസ്റ്റ്. നിഡോബ്ലാസ്റ്റുകളുള്ള ഫൈലം ഏതാന്ന് ചോദിക്കും. ഏതാ? സീലൻഡ്രേറ്റ. വെരി സീലൻഡ്രേറ്റ. ഓക്കെ, അപ്പൊ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം. ഫൈലത്തിന്റെ പേര് മാത്രം പഠിച്ചാൽ പോരാ, ഫൈലത്തിന്റെ ഫീച്ചേഴ്സും അതിലടങ്ങിയിരിക്കുന്ന എക്സാമ്പിൾസ് ഒക്കെ പഠിക്കണം. ഓക്കെ, മിസ് പറയുന്ന എക്സാമ്പിൾസ് പഠിച്ചാൽ മതി, ഒരുപാട് ഡെപ്തിലോട്ട് പോകണ്ട. ഇത്ര എക്സാമ്പിൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഫൈലമാണ് ഫൈലം ടീനോഫോറ. ടീനോഫോറ അടുത്ത ഫൈലമാണ് ഫൈലം ടീനോഫോറ. ഫൈലം ടീനോഫോറ. ഓക്കെ, ഫൈലം ടീനോഫോറ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ട കടലിൽ നല്ല വെട്ടിത്തിളങ്ങുന്ന കുറെ ജീവികളുണ്ട്. വെട്ടിത്തിളങ്ങുന്നതിന് നമ്മൾ ബയോലുമിനസെൻസ് എന്ന് പറയും. ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ജീവികളുണ്ട്. ഓക്കെ, ഇപ്പൊ കടലിൽ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ കടലിന്റെ അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാല് കടലിന്റെ അകത്ത് നിന്ന് നല്ല ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന കുറെ ജീവികളെ കാണാം. നല്ല പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫിഷ് മാതിരത്തെ കുറെ ജീവികളെ കാണാം. ഇതിനെ പറയുന്ന പേരാണ് ടീനോഫോറ. ടീനോഫോറ. കടലിലുള്ള വാൽനട്ടുകൾ അല്ലെങ്കിൽ കോംബ് ജെല്ലീസ് എന്നൊക്കെയാണ് ഇവർ അറിയപ്പെടുന്നത്. ഇവർ എക്സ്ക്ലൂസീവ്ലി മറൈൻ ഓർഗാനിസംസ് ആണ്. മീൻസ് കടലിൽ മാത്രം കാണപ്പെടുന്ന ഓർഗാനിസംസ് ആണ് ടീനോഫോറ. സീ വാൽനട്ടുകൾ അല്ലെങ്കിൽ കോംബ് ജെല്ലീസ് എന്നറിയപ്പെടുന്ന കാറ്റഗറികളാണ് ടീനോഫോറ. ഇവരുടെ സിമ്മട്രി ഭയങ്കര രസമാണ്. നമ്മുടെ ഒരു ഫുട്ബോൾ പോലെ കാണാൻ അല്ലേ. റേഡിയൽ സിമ്മട്രിയാണ്, റേഡിയലി സിമ്മട്രിക്കലാണ്. ഓക്കെ, എങ്ങനെ മുറിച്ചാലും ഏത് പ്ലെയിനിൽ മുറിച്ചാലും നമുക്ക് ഇവരെ ഈക്വൽ ഹാഫ്സ് കിട്ടും. അത് കാരണം കൊണ്ട് ദേ ആർ റേഡിയലി സിമ്മട്രിക്കൽ എന്ന് പറയാം. ഇവരുടെ ഓർഗനൈസേഷൻ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്. ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എംബ്രിയോണിക് ലെയേഴ്സിൽ എക്ടോഡേം ഉണ്ട്, എൻഡോഡേം ഉണ്ട്, സെന്ററിൽ മീസോഗ്ലിയ ആയിരിക്കും. മീസോഡേം ഇല്ല, പകരം മീസോഗ്ലിയ ആയിരിക്കും. പിന്നെ ഇവർക്ക് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇവരുടെ ശരീരത്തിൽ സെൽസുകളൊക്കെ കൂടി ചേർന്നിട്ട് ടിഷ്യൂസ് രൂപപ്പെട്ടിട്ടുണ്ടാവും. ആ ടിഷ്യൂസുകൾ കൊണ്ടുണ്ടാക്കിയ രൂപമായിരിക്കും ടീനോഫോറ. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഫൈലം പോറിഫറ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരുന്നു. നമ്മൾ നേരത്തെ പഠിച്ച സീലൻഡറേറ്റ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. ടീനോഫോറയും എന്തുതന്നെയാ? ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ തന്നെയാണ് കാണിക്കുന്നത്. ഇവരുടെ ശരീരത്തിൽ ഓർഗൻ ഒന്നും ഇല്ല, പകരം കുറച്ച് സെൽസുകൾ കൂടി ചേർന്നിട്ട് ടിഷ്യൂസുകളാണ് അവരുടെ ശരീരത്തിലെ എല്ലാ വർക്കുകളും ചെയ്യുന്നത്. ഓക്കെ ഓക്കെ മക്കളെ, ഇനി ടീനോഫോറയുടെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട ഇതൊരു ടീനോഫോറയാ. കണ്ടു കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ പോലെ ഉണ്ട് അല്ലേ. നോക്കിയേ, ലൈറ്റ് ഇങ്ങനെ എമിറ്റ് ചെയ്യും. ഇവരുടെ ശരീരത്തിൽ 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ് ഉണ്ട്. 1 2 3 4 5 6 7 8, മൊത്തം 8 വരകളുണ്ട് അല്ലെ. ഇതിനെ നമ്മൾ വിളിക്കുന്നത് 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ് എന്നാ. സീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചെറിയ 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 രോമങ്ങൾ പോലത്തെ സ്ട്രക്ചേഴ്സ് ആണ്. ഈ സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ് ആണ് അവർക്ക് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. കൂടുതലും വെള്ളത്തിലല്ലേ കാണുക. വെള്ളത്തിൽ ഇവർക്ക് ലോക്കോമോഷന് സഹായിക്കുന്ന
ലോക്കോമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യുക. അതാണ് ലോക്കോമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലോക്കോമോഷൻ സഹായിക്കുന്നത് 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ് ആണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ട, ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡയഗ്രാം. 1 2 3 4 5 6 7 8 കണ്ട, ഈ 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ്, ഇതാണ് ഇവരുടെ ലോക്കോമോഷന് സഹായിക്കുന്ന ഒരു ഭാഗം. ഓക്കെ, ഈ ജീവിയുടെ പേരാണ് പ്ലൂറോബ്രാക്കിയ. പ്ലൂറോബ്രാക്കിയ, ഇതാണ് ആ പ്ലൂറോബ്രാക്കിയ. ഇത് ആനിമേറ്റഡ് ഡയഗ്രാം ആണ്, ഇത് ഒറിജിനൽ ഡയഗ്രാം ആണ് കേട്ടാ. പ്ലൂറോബ്രാക്കിയ ട്ടാ, പ്ലൂറോബ്രാക്കിയ ഒരു ടീനോഫോറയിൽ അടങ്ങിയ ഒരു ജീവിയുടെ പേരാണ്. കണ്ട, നിങ്ങൾ കണ്ട, ഈ ടീനോഫോറ കാറ്റഗറിയിൽ വരുന്ന ജീവികളാണ് ഇതൊക്കെ. ഇവർക്കൊക്കെ ലൈറ്റ് എമിറ്റ് ചെയ്യാൻ പറ്റും. കണ്ട, ലൈറ്റ് എമിറ്റ് ചെയ്ത് നോക്കിയേ. ഇവരുടെ ശരീരം കുറെ ടിഷ്യൂസുകൾ കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവർക്ക് ഹാർട്ടോ ലങ്സോ കിഡ്നിയോ ഒന്നുമില്ല. വെറും ടിഷ്യൂസുകൾ കൊണ്ടാണ് ഇവരുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ബയോലുമിനസെൻസ് എന്നുള്ള ഒരു പ്രോപ്പർട്ടി എടുത്തു കാണിക്കുന്ന ഒരു ഫൈലമാണ് ഫൈലം ടീനോഫോറ. ലൈറ്റ് എമിറ്റിംഗ് പ്രോപ്പർട്ടി. ലൈറ്റ് എമിറ്റിംഗ് പ്രോപ്പർട്ടി ആരുടെ ഫീച്ചർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീനോഫോറയുടെ ഫീച്ചർ ആണ്. ടീനോഫോറയുടെ ഫീച്ചർ ആണ്. മക്കൾക്ക് മനസ്സിലായോ? യെസ്, വെരി ഗുഡ്. ഓക്കെ, ഇനി ടീനോഫോറയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ഡൈജഷൻ, ഇവരുടെ ദഹനം നടക്കുന്നത് സെല്ലുകളുടെ അകത്തും സെല്ലുകളുടെ പുറത്തും നടക്കും. അത് കാരണം കൊണ്ട് എക്സ്ട്രാ സെല്ലുലാറും ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും ഇവർക്ക് പോസിബിൾ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. ഇതിലിപ്പോ ഫീമെയിൽ ടീനോഫോറ മെയിൽ ടീനോഫോറ എന്ന് സെപ്പറേറ്റ് ഒന്നുമില്ല. ഇവരിൽ എന്താണ്, ഒരു ടീനോഫോറിനെ എടുത്തു കഴിഞ്ഞാൽ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഒരാളിൽ തന്നെയാണ് ഉള്ളത്. സെക്സസ് സെപ്പറേറ്റ് ഇല്ല. സെക്സസ് സെപ്പറേറ്റ് ഇല്ലാത്തതിനെ നമ്മൾക്ക് ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയാം. ഹെർമാഫ്രോഡൈറ്റ്. സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്, അതിന്റെ മറ്റൊരു പദമാണ് ഹെർമാഫ്രോഡൈറ്റ്. ഹെർമാഫ്രോഡൈറ്റ്. ഇപ്പൊ നമ്മൾ പഠിച്ച പോറിഫറ ഹെർമാഫ്രോഡൈറ്റാ. നമ്മൾ പഠിച്ച സീലൻഡ്രൈറ്റ് ഹെർമാഫ്രോഡൈറ്റാ. നമ്മൾ പഠിച്ച ടീനോഫോറ എന്താണ്? ഹെർമാഫ്രോഡൈറ്റാ. ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ ഫൈലവും എന്തുതന്നെയാ? ഹെർമാഫ്രോഡൈറ്റുകളാണ്. ആണും പെണ്ണും എന്നുള്ള ഒരു വ്യത്യാസമില്ല. ഓക്കെ, ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കാണിക്കും. മീൻസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കാണിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗും സ്പേംസും ഒക്കെ ഇൻവോൾവ് ആണ് ഈ റീപ്രൊഡക്ഷനിൽ. ഓക്കെ, ഇനി അടുത്തത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് വെള്ളത്തിലാണ് ഇവരുടെ ഫെർട്ടിലൈസേഷൻ നടക്കുക. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, ശരീരത്തിന്റെ അകത്ത് ഫെർട്ടിലൈസേഷൻ നടക്കില്ല, പുറത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. പിന്നെ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റാ. ഒരു ടീനോഫോറുടെ കുട്ടിനെ കണ്ടാലും ഒരു ടീനോഫോറുടെ അഡൽറ്റിനെ കണ്ടാലും എൻറ്റയർലി ഡിഫറെന്റാ. രണ്ടും വ്യത്യസ്ത രൂപമായിരിക്കും. അത് കാരണം കൊണ്ട് ഇവരുടെ വളർച്ച, ഇവരുടെ ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണെന്ന് പറയാം. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് മിസ് പറഞ്ഞു തരാം. രണ്ട് എക്സാമ്പിൾസേ നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളൂ. ഈ ആളുടെ പേരാണ് പ്ലൂറോബ്രാക്കിയ. പ്ലൂറോബ്രാക്കിയ. ഇനി ഇയാളുണ്ട്. ഇതും നമ്മുടെ ഒരു ബയോലുമിനസെൻസ് പ്രോപ്പർട്ടി കാണിക്കുന്ന ടീനോഫോറ തന്നെയാണ്. ഇയാളുടെ പേര് ടീനോപ്ലാന എന്ന് പറയും. ടീനോപ്ലാന. ടീനോഫോറ, ടീനോപ്ലാന, പ്ലൂറോബ്രാക്കിയ. രണ്ട് എക്സാമ്പിൾസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, വളരെ സിമ്പിൾ ആണ് ടീനോഫോറ. ടീനോഫോറയുടെ മെയിൻ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 8 external rows of ciliated complex which helps in locomotion. They also have bioluminescence property, the light emitting property. രണ്ടേ ഉദാഹരണം പ്ലൂറോബ്രാക്കിയ, ടീനോപ്ലാന. പ്ലൂറോബ്രാക്കിയ, ടീനോപ്ലാന. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നോക്കിയേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ വേർഡ് പെയർ അപ്ലിക്കബിൾ ടു ദ ഫൈലം ടീനോഫോറ. ഇതിൽ ഏത് ഓപ്ഷനാണ് ടീനോഫോറക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? ആർക്ക് പറയാം? ഓപ്ഷൻ ഏതാണ്? ബയോലുമിനസെൻസ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ് ട്ടാ. ഓപ്ഷൻ ബി അല്ലേ? 8 എക്സ്റ്റേണൽ റോസ് ഓഫ് കോംബ് പ്ലേറ്റ്സ് നമ്മുടെ ടീനോഫോറയല്ലേ? ബയോലൂമിനസെൻസ് പ്രോപ്പർട്ടി കാണിക്കുന്നത് ടീനോഫോറയല്ലേ? അപ്പൊ ഓപ്ഷൻ ബി അല്ലേ ആൻസർ? വളരെ സിമ്പിൾ ആണ് കേട്ടാ. അപ്പൊ നിങ്ങൾ ഫൈലങ്ങൾ ആനിമൽ കിങ്ഡത്തിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഈ 11 ഫൈലങ്ങളുടെ പേരും അതിന്റെ ഫീച്ചേഴ്സും അവരുടെ കുറച്ച്
കുറച്ചൊരു ഉദാഹരണങ്ങൾ, എല്ലാ ഉദാഹരണം കാണാപ്പാഠം പഠിക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾ NIOS എക്സാമിൽ ജസ്റ്റ് അതിന്റെ ഫീച്ചേഴ്സ് എങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടാ. അറ്റ്ലീസ്റ്റ് ബയോലൂമിനസെൻസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം, അത് ടീനോഫോറയുടെ ഫീച്ചർ ആണ്. ഗ്യാസ്ട്രോവാസ്കുലർ കാവിറ്റി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം, അത് ഫൈലം സീലൻഡറൈറ്റയുടെ ഫീച്ചർ ആണ്. വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം, അത് ഫൈലം പോറിഫറയുടെ ഫീച്ചർ ആണ്. ഓക്കെ, അപ്പൊ അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റണം. ആ രൂപത്തിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടാ. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ഫൈലമാണ്. ഇനി നമ്മൾ ഭയങ്കര ഡെപ്തിലൊന്നും പഠിക്കുന്നില്ല. അപ്പോ നിങ്ങൾ ഒരു ഔട്ട്ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ സെപ്പറേറ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ഇതിൽ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞു തരാം. ഈ ടോപ്പിക്ക് മൊഡ്യൂൾ ഒന്നിട്ട് കഴിഞ്ഞോട്ടെ, എന്നിട്ട് ഞാൻ ഒന്ന് NIOSന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് സെറ്റ് ആക്കി തരാം. ഓക്കെ, ഇനി പ്ലാറ്റി ഹെൽമിന്തസ്. ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് എന്നാണ് അർത്ഥം. ഫ്ലാറ്റൻഡ് ബോഡി അല്ലെങ്കിൽ ഫ്ലാറ്റ് വേംസ്, നല്ല നീണ്ടു നിവർന്ന പരന്ന വേംസുകളുള്ള ഫൈലമാണ് പ്ലാറ്റി ഹെൽമിന്തസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫോട്ടോ? കണ്ട, ഇതാരാ അറിയോ? ഇതാണ് നമ്മുടെ ടേപ്പ് വേം, നാടവിര എന്ന് പറയും. നമ്മുടെ ശരീരത്തിന്റെ അകത്തൊക്കെ കാണപ്പെടുന്ന ഒരു വിരയാണ് എന്ത്? ഈ പ്ലാറ്റി ഹെൽമിന്തസ്. ടേപ്പ് വേം എന്ന് പറയും. ടേപ്പ് വേം, നാടവിര. ടേപ്പ് പോലെ ഉണ്ട് അല്ലെ? ഈ ടൈലർമാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടേപ്പ് ഇല്ലേ, നമ്മൾക്ക് അളക്കാൻ വേണ്ടിയിട്ട്, ശരീരം അളക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഉണ്ടല്ലേ കാണാന്. അത് കാരണം കൊണ്ടാണ് ടേപ്പ് വേം എന്നറിയപ്പെടുന്നത്. ഇത് നമ്മുടെ ലിവറിലൊക്കെ ജീവിക്കുന്ന, ലിവറിനൊക്കെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വേമാണ്. ഇതിന്റെ പേര് ഫാഷിയോള എന്നാ പറയാ. ഫാഷിയോളയുടെ കോമൺ നെയിമാണ് ലിവർ ഫ്ലൂക്ക്. ടീനിയയുടെ കോമൺ നെയിമാണ് ടേപ്പ് വേം. ഇവരടങ്ങിയ ഫൈലത്തിനെയാണ് പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്നത്. ഇവർ കൂടുതലും പാരസൈറ്റുകളാണ്. പാരസൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നമ്മുടെ ശരീരത്തിൽ ജീവിച്ചു നമ്മുടെ ന്യൂട്രിയൻസ് അടിച്ചു മാറ്റുന്ന ആളുകളെയാണ് പാരസൈറ്റ് എന്ന് പറയാം. ഈ പുഴുക്കളെ സാധാരണ കാണാൻ നമ്മുടെ കുടലിന്റെ അകത്താണ്. ഓക്കെ, അപ്പൊ ഇവരുടെ സിമെട്രി സിമ്പിൾ ആണ് അല്ലെ. പുഴുക്കളുടെ സിമെട്രി എന്തായിരിക്കും മക്കളെ? ഏത് സിമെട്രി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക? നിങ്ങളൊന്ന് പറഞ്ഞേ. ബൈലാറ്ററൽ സിമെട്രി. വെരി ഗുഡ്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കുക, മിസ് ഇതുവരെ പറഞ്ഞ ഫൈല് മുഴുവൻ ഡിപ്ലോബ്ലാസ്റ്റിക് ആയിരുന്നു. ഇവർക്ക് മീസോഗ്ലിയ ആയിരുന്നു ഉണ്ടായിരുന്നത്. 4ാമത്തെ ഫൈല് മുതൽ എല്ലാവരും എന്താണ്? ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ട്രിപ്ലോബ്ലാസ്റ്റിക്. ഓക്കെ, പിന്നെ ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അസീലോമേറ്റ് ആണ്. അസീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഗട്ടില്ല. ഓക്കെ, ശീലമില്ലാത്ത ജീവികളാണ്. അത് കാരണം കൊണ്ട് അസീലോമേറ്റ് എനിമൽ ആണ്. മാത്രമല്ല ഇവരുടെ ശരീരത്തിൽ കുഞ്ഞു കുഞ്ഞു അവയവങ്ങളുണ്ട്. അപ്പൊ ഇവർക്ക് ചെറിയ സെൽസുകളൊക്കെ കൂടി ചേർന്നിട്ട് കുഞ്ഞു കുഞ്ഞു അവയവങ്ങളുണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് പറയാം ഇവർക്ക് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻ സിസ്റ്റം ഒന്നും ഇല്ല കേട്ടാ. സർക്കുലേറ്ററി സിസ്റ്റം അതേപോലെ എക്സ്ക്രീറ്ററി സിസ്റ്റം ഒന്നുമില്ല, പക്ഷെ ചെറിയ ചെറിയ ഓർഗൻസുകളുണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് ഇവർക്ക് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണെന്ന് അറിയാം. ഇവിടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്നറിയോ? ട്രിപ്ലോബ്ലാസ്റ്റിക് എന്നുള്ള കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാറ്റി ഹെൽമിന്തസിന. ഒരേ ഒരു അസീലോമേറ്റ് ഫൈലേ നമുക്ക് പഠിക്കാനുള്ളൂ, അത് പ്ലാറ്റി ഹെൽമിന്തസ. ഒരേ ഒരു ഫൈലത്തിന് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ളൂ, അതും പ്ലാറ്റി ഹെൽമിന്തസിന. അപ്പൊ പ്ലാറ്റി ഹെൽമിന്തസിന്റെ പ്രത്യേകതകളാണ് അസീലോമേറ്റ് ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് തുടങ്ങുന്നത് ഈ ഫൈലമാണ്, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ മാത്രം കാണിക്കുന്ന ഒരു ഫൈലമാണ് പ്ലാറ്റി ഹെൽമിന്തസ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. ഓക്കെ, ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവരില്ലേ, ഈ നാടവിരൊക്കെ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാ അറിയോ കയറുക? കൂടുതലും ഈ കുട്ടികളൊക്കെ മണ്ണിൽ കളിക്കുമ്പോൾ ഈ പുഴുവിന്റെ മുട്ടകളൊക്കെ നെഗത്തിന്റെ അകത്തുണ്ടാവും. ഇവൻ നമ്മളും എന്തെന്നെയാ, കൈയൊക്കെ കഴുകാണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് നമ്മുടെ നെഗൊക്കെ വളർത്തുന്നവരാണെങ്കിൽ നെഗത്തിന്റെ അകത്ത് ഒരുപാട് കുഞ്ഞി മുട്ടകൾ ഉണ്ടാവും. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ മുട്ടകളൊക്കെ ഭക്ഷണത്തിന്റെ കൂടെ നമ്മുടെ ശരീരത്തിന്റെ അകത്തോട്ട് കയറും. എന്നിട്ട് ഇവർ ഇൻറ്റസ്റ്റൈൻസിലൊക്കെ വന്ന് മുട്ടകൾ ഇരിക്കും. ഈ മുട്ട ഹാച്ചായിട്ട് പുറത്തോട്ട് പുഴുവിന്റെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും? പുറത്തോട്ട് വരും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? നമ്മുടെ ഇൻറ്റസ്റ്റൈൻസിൽ പറ്റിപ്പിടിക്കും, കുടലിന്റെ അകത്ത് പറ്റിപ്പിടിച്ച് നിൽക്കും. ഇവരെ പറ്റിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ തലഭാഗത്ത്, ഇവരുടെ ശരീരത്തിൽ 2 അവയവങ്ങളുണ്ട്.
ഒന്ന് ഹുക്കുകൾ. കണ്ട, ഹുക്ക് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? ഇവരുടെ ശരീരത്തിൽ ഷാർപ്പായിട്ടുള്ള കുറെ നഖം പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെയാണ് ഹുക്ക് എന്ന് പറയുക. ഇവർക്ക് ഈ ഇൻഡസ്റ്റൈന്റെ മുകളിൽ കൊളത്തി പിടിക്കാൻ വേണ്ടിയിട്ട് ഹുക്കുകൾ ഉണ്ട്. പിന്നെ ഇവരുടെ ശരീരത്തിൽ സക്കേഴ്സ് ഉണ്ട്. സക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്, കൊളത്തി പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഹുക്കുകളുണ്ട്. അതേപോലെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സക്കേഴ്സുകളുണ്ട്. ഈ ഹുക്സ് ആൻഡ് സക്കേഴ്സ് ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് ഇൻഡസ്റ്റൈൻസിൽ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഭക്ഷണത്തിന്റെ ന്യൂട്രിയൻസ് മുഴുവൻ ആരടിച്ചെടുക്കും? ഈ പാരസൈറ്റുകൾ അടിച്ചെടുക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ചിലപ്പോൾ പറയൂ അല്ലെ, ചിലവർക്ക് എത്ര ഭക്ഷണം കഴിച്ചാലും വീണ്ടും വീണ്ടും വിശക്കും. അപ്പൊ നമ്മൾ അവരോട് പറയും, എടാ നിന്റെ വയറ്റിൽ കൊക്കപ്പുഴു ഉണ്ടാന്ന് ചോദിക്കും അല്ലെ. സംഭവം എന്താണ്? ഇതാണ് കൊക്കപ്പുഴു. കൊക്കപ്പുഴുവിന്റെ ഫാമിലിയാണ് എന്ത്? നമ്മുടെ പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറഞ്ഞാല്. ഓക്കെ. അപ്പൊ ഇവര് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും നമുക്ക് വീണ്ടും വീണ്ടും എന്താണ്? വീണ്ടും വീണ്ടും വിശക്കും. കാരണം എന്താ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ അവരാണ് കഴിക്കുന്നത്, അവരുടെ ശരീരത്തിലോട്ടാണ് പോണത്. ഈ പാരസൈറ്റുകൾ എടുത്തു മാറ്റും. ഓക്കെ. അപ്പൊ ഹുക്സ് ആൻഡ് സക്കേഴ്സ് ആണ് അവർക്ക് ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന വലിയൊരു സാധനം, വലിയൊരു അവയവമാണ്. കണ്ട, സക്കേഴ്സും ഹുക്കുകളും. അപ്പൊ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് നമ്മുടെ ന്യൂട്രിയൻസ് മുഴുവൻ അടിക്കും. അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ്. ആരാ ഹോസ്റ്റ്? നമ്മളാണ് ഹോസ്റ്റ്. ഇപ്പൊ എന്റെ ശരീരത്തിൽ ഒരു കൊക്കപ്പുഴു കയറിയിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഹോസ്റ്റ്. പുഴു എന്താണ്? പാരസൈറ്റ് ആണ്. ഓക്കെ. അപ്പൊ ശരീരത്തിന്റെ അകത്ത് നിന്ന് എല്ലാ ന്യൂട്രിയൻസും ഇവരടിച്ചു മാറ്റും. ക്ലിയർ ആയോ? ഇനി അങ്ങനെയാണെങ്കിൽ മിസ് പറഞ്ഞു ഇവർക്ക് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇവർക്ക് കിഡ്നി ഒന്നുമില്ല. കിഡ്നിയുടെ പകരം ഇവർക്കുള്ളത് ഫ്ലെയിം സെൽസുകളാണ്. ഫ്ലെയിം സെൽസ്. ഈ ഫ്ലെയിം സെൽസുകൾ യൂസ് ചെയ്തിട്ടാണ് അവരുടെ ശരീരത്തിന്റെ വാട്ടറിനെ റെഗുലേറ്റ് ചെയ്യണത്, വെള്ളത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നതും എക്സ്ക്രീഷൻ നടത്തുന്നതും. എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ശരീരത്തിൽ നിന്ന് വേസ്റ്റിനെ തള്ളുന്നത്. അതിനെയാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഫ്ലെയിം സെൽസുകൾ യൂസ് ചെയ്തിട്ടാണ് ഓസ്മോ റെഗുലേഷനും എക്സ്ക്രീഷനും ഒക്കെ നടത്തുന്നത്. ഓക്കെ. അപ്പോ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, പ്ലാറ്റി ഹെൽമിന്തസിന്റെ എക്സ്ക്രിറ്ററി ഓർഗൻ ആരാണ്? എന്താ? ഫ്ലെയിം സെൽസ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, പ്ലാറ്റി ഹെൽമിന്തസിന്റെ ഫ്ലെയിം സെൽസ് എന്താണ് ചെയ്യുന്നത്? ഓസ്മോ റെഗുലേഷനും എക്സ്ക്രീഷനും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, ഫ്ലെയിം സെൽസ് ഏത് ഫൈലത്തിൽ പെടുന്ന ആളുകളാണ്? ഫ്ലെയിം സെൽസ് ആരുടെ പ്രത്യേകതയാണ്? പ്ലാറ്റി ഹെൽമിന്തസിന്റെ പ്രത്യേകതയാണ്. ഓക്കെ. ഫ്ലാറ്റ് വേംസിന്റെ ഫൈലം എന്താ? പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. ഓക്കെ. ഹുക്സ് ആൻഡ് സക്കേഴ്സ് ആർക്കാണുള്ളത്? പ്ലാറ്റി ഹെൽമിന്തസിനാണ്. ഓക്കെ. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ളത് ആർക്കാണ്? അതും പ്ലാറ്റി ഹെൽമിന്തസിനെയാണ്. ഓക്കെ. അസീലോമേറ്റ് ആനിമൽസ് ആരാണ്? അതും പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. പ്ലാറ്റി ഹെൽമിന്തസിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടാ. ഇനി മിസ് പറയാൻ പോണത് ഇവർക്ക് എന്താണ്? ഇവർ മെയിൽ ഫീമെയിൽ എന്നില്ല. ഇപ്പൊ ഒരു പ്ലാറ്റി ഹെൽമിന്തസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാല് മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും അവരുടെ ബോഡിയിൽ തന്നെയുണ്ട്. അത് കാരണം കൊണ്ട് ഇവരും എന്തിനെയാ? ഹെർമാഫ്രോഡൈറ്റ് ആണ്. ഹെർമാഫ്രോഡൈറ്റ്. ഓക്കെ. ശരീരത്തിന്റെ അകത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അത് കാരണം കൊണ്ട് ദേ ആർ ഹാവിങ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. ഡെവലപ്മെന്റ് നടക്കുന്നതോ ഒരുപാട് ലാർവൽ സ്റ്റേജിൽ നിന്നാണ്. ആദ്യം മുട്ട, പിന്നെ മുട്ട വരുന്ന ചെറിയ പുഴുവാവും, പിന്നെ കുറച്ചും കൂടി വലിയ സൈസ് ആകും, പിന്നെ അങ്ങനെ 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 സ്റ്റേജ് മാറിയിട്ടാണ് വലിയ പുഴുവായിട്ട് മാറുന്നത്. അപ്പൊ ഒരുപാട് ലാർവൽ സ്റ്റേജസ് കവർ ചെയ്തിട്ടാണ് വലിയൊരു പുഴുവായിട്ട് മാറുന്നത്. ഓക്കെ. ഇനി പറയുകയാണെങ്കിൽ മറ്റൊരു പ്ലാറ്റി ഹെൽമിന്തസിന് മിസ് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ പ്ലനേറിയ. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പ്ലനേറിയനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? പ്ലനേറിയ ഒരു പ്ലാറ്റി ഹെൽമിന്തസാ, ഒരു ഫ്ലാറ്റ് വേംസാ. പ്ലനേറിയയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ആദ്യം ഒരു പ്ലനേറിയയുടെ കുട്ടി ഉണ്ടാവും. ഈ കുട്ടി വലുതായിട്ട് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലനേറിയ ആയിട്ട് മാറും. ഓക്കെ. പെട്ടെന്ന് നമ്മൾ ഈ പ്ലനേറിയയുടെ തല നശിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തല വെട്ടി മാറ്റി കഴിഞ്ഞാൽ, തലയും ഉടലൊക്കെ വെട്ടി മാറ്റി കഴിഞ്ഞാൽ, ഇപ്പൊ നോക്കിയേ, ഞാൻ ഇതിന്റെ തല വെട്ടി മാറ്റി, വാലും വെട്ടി മാറ്റി, ഉടല് മാത്രാണെന്ന് വിചാരിച്ചോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഉടലിൽ നിന്ന് പുതിയൊരു പ്ലനേറിയ ഉണ്ടാവും, ഈ തലയിൽ നിന്ന് പുതിയൊരു പ്ലനേറിയ ഉണ്ടാവും, ഈ വാലിൽ നിന്ന് പുതിയൊരു പ്ലനേറിയ ഉണ്ടാവും. അങ്ങനെ ഹൈലി റീജനറേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു ജീവിയാണ് നമ്മുടെ പ്ലനേറിയ. നോക്കിയേ, ഇപ്പൊ നമ്മൾ ഇതിനെ 2-3 കഷ്ണാക്കി മാറ്റി എന്ന് വിചാരിച്ചോ. പ്ലനേറിയനെ കട്ട് ചെയ്തിട്ട് 2-3 കഷ്ണാക്കിയാലും ഈ ഓരോ കഷ്ണങ്ങളിൽ നിന്ന് പുതിയൊരു പ്ലനേറിയ ഉണ്ടായിട്ട് വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ കൈയും കാലൊക്കെ വെട്ടി നോക്കി, അപ്പൊ കാലിൽ നിന്ന് നിങ്ങൾ ഒരാൾ ഉണ്ടായി,
കയ്യിൽ നിന്ന് വേറൊരാളുണ്ടായി, നിങ്ങൾ തന്നെ ഉണ്ടായി. അതേപോലെ നിങ്ങളുടെ ഉടലിൽ നിന്ന് നിങ്ങൾ തന്നെ വീണ്ടും ഉണ്ടായി. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് പുതിയൊരാളുണ്ടായി മാറും. ഓക്കെ, അതിനെയാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. റീജനറേഷൻ, വീണ്ടും അവയവങ്ങൾ റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ആർക്ക്? പ്ലനേറിയക്ക്. ബാക്കിയുള്ളവർക്കും ഇല്ല കേട്ടാ. ബാക്കിയുള്ള ടേപ്പ് വർമിനോ അത് ലിവർ ഫ്ലൂക്കിനൊന്നും ഈ പ്രോപ്പർട്ടി ഇല്ല. നമ്മുടെ പ്ലനേറിയുടെ മാത്രം പ്രോപ്പർട്ടിയാണ് ഇത് കേട്ടാ. സോ ഹൈ റീജനറേഷൻ കപ്പാസിറ്റി കാണിക്കുന്ന ഒരു പ്ലാറ്റി ഹെൽമിന്തസിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ പ്ലനേറിയ. ഓക്കെ, പ്ലനേറിയ. ഇതൊന്ന് ഓർത്ത് വെക്കണേ. ഇനി ഇപ്പൊ നേരത്തെ മിസ് പറഞ്ഞ രണ്ടാളുകൾ, ടീനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേപ്പ് വേം, നാടവീര എന്ന് പറയും. ഫാഷിയോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ ഫ്ലൂക്ക്. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ പ്ലാറ്റി ഹെൽമിന്തസിന്റെ കാര്യം. ഓക്കെ, മനസ്സിലായോ? ഇനി ഇവിടുന്ന് ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗിവ് 1 എക്സാമ്പിൾ ഫോർ അസിലോമിക് ആനിമൽ. ഏതാണ്? ഏത് ഫൈലത്തിലെ അസിലോമേറ്റ്സ് ഉള്ളത്? പ്ലാറ്റി ഹെൽമിന്തസ്. ഓക്കെ, പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. അല്ലെങ്കിൽ പ്ലാറ്റി ഹെൽമിന്തസിന്റെ ഒരു ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? എക്സാമ്പിളാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ പറയാ? ടേപ്പ് വേം. അത്രയേ ഉള്ളൂ ട്ടാ. ഇപ്പൊ നിങ്ങൾക്ക് ടീനിയ എന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ടേപ്പ് വേം. അത്രയേ ഉള്ളൂ ട്ടാ. ഇനി അടുത്ത ഫൈലമാണ്. അടുത്ത ഫൈലം പഠിക്കാം. ഓക്കെ ആണോ നിങ്ങള്? ഓക്കെ ആണോ? ടെൻഷൻ ഒന്നും ഇല്ലല്ലോ, മനസ്സിലാവാത്ത ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കുഴപ്പമില്ലടാ, മിസ് ഈ ക്ലാസ് വീണ്ടും അയക്കും, റെക്കോർഡഡ് വേർഷൻസ് അയക്കും, നോട്ട് അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കാട്ടാ. ഞാൻ വേണമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഞാൻ ആനിമൽ കിങ്ഡം അയച്ചു തരാം, നിങ്ങൾ ഇരുന്ന് വായിച്ചോളൂ ട്ടാ. ഓക്കെ, ഇനി 5ാമത്തെ ഫൈലമാണ് ആഷ് ഹെൽമിന്തസ്. ആസ്ക് എന്നുള്ള വാക്ക്, ആഷ് എന്നുള്ള വാക്കിന്റെ അർത്ഥം റൗണ്ട് എന്നാണ്. വട്ടത്തിലുള്ള പുഴുക്കൾ, അതാണ് റൗണ്ട് വേംസ് അല്ലെങ്കിൽ ഹാഷ് ഹെൽമിന്തസ് എന്ന് പറയുന്നത്. ഹെൽമിന്ത് എന്ന് പറഞ്ഞ പുഴു കേട്ടാ, പുഴുവിനെയാണ് ഹെൽമിന്ത് എന്ന് പറയുന്നത്. ആഷ് ഹെൽമിന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് വേംസ്. പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് വേംസുകളാണ്. ഓക്കെ, ഇവര് ഭയങ്കര ഫ്രീ ലിവിങ് ആണ്. ഫ്രീ ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരാളുടെ ഹെൽപ്പ് വേണ്ട, ഒറ്റക്ക് ജീവിക്കാനുള്ള ഒരു പവർ ഉണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചത് പ്ലാറ്റി ഹെൽമിന്തസ് അല്ലെ, അവർക്ക് ഒറ്റക്ക് ജീവിക്കാൻ പറ്റില്ല, അവര് പാരസൈറ്റ് ആണ്, അവർക്ക് ഹോസ്റ്റ് വേണം ജീവിക്കാൻ. പക്ഷെ ഹാഷ് ഹെൽമിന്തസ് അങ്ങനെയല്ല, അവര് ഫ്രീ ലിവിങ് ആണ്. കൂടുതലും വെള്ളത്തിലും കരയിലും കാണും. അക്വാട്ടിക്കുമാണ്, ടെറസ്ട്രിയലുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വാട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ജീവിക്കും, ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിൽ ജീവിക്കും. ചില കേസുകളിൽ എന്താണ്, അവർ പാരസൈറ്റിക് ആണ്. കൂടുതലും ഫ്രീ ലിവിങ് ആണ്. ചിലപ്പോൾ അവർ പാരസൈറ്റുകളായിട്ട് മാറാറുണ്ട് ചില ഘട്ടങ്ങളിൽ. ഓക്കെ, ഇനി അവർക്കുള്ളത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഇനി അങ്ങോട്ട് നമ്മുടെ പ്ലാറ്റി ഹെൽമിന്തസ് അങ്ങോട്ട് കഴിഞ്ഞാല് ഇനിയുള്ള അങ്ങോട്ട് എല്ലാവരും ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷനാണ് കാണിക്കുന്നത്. ഓക്കെ, മാത്രല്ല ഇവർ എല്ലാ പുഴുക്കളും എന്താണ്, ബൈലാറ്ററൽ സിമ്മട്രി ആയിരിക്കും. പുഴുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പുഴുവിനെ കണ്ടു കഴിഞ്ഞാല് നമുക്ക് എങ്ങനെ ബൈലാറ്ററൽ സിമ്മട്രി പറ്റുള്ളൂ. പിന്നെ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ഫൈലവും ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഒരേ ഒരു ഫൈലം മാത്രമേ സ്യൂഡോസിലോമേറ്റ്സ് ആയിട്ട് ഇരിക്കുന്നുള്ളൂ. ഒരേ ഒരു ഫൈലം മാത്രമേ സ്യൂഡോസിലോമേറ്റുകളായിട്ട് ഇരിക്കുന്നുള്ളൂ. അത് നമ്മുടെ ആഷ് ഹെൽമിന്തസ് ആണ്. ഇപ്പൊ റിയാനൊക്കെ നീറ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ ഈ പോയിന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിച്ച് ഇസ് ഓൺലി ഫൈലം ഷോയിങ് സ്യൂഡോസിലോമേറ്റ് പ്രോപ്പർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഷ് ഹെൽമിന്തസ് ആണ്. ഓക്കെ, അതേപോലെ ഓർഗൻ സിസ്റ്റം തുടങ്ങുന്നത് ഈ ഫൈല. ഇനി അങ്ങോട്ട് എല്ലാവരും ഓർഗൻ സിസ്റ്റം. ഓക്കെ, സ്യൂഡോസിലോമേറ്റ് ഫൈലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഷ് ഹെൽമിന്തസ് ആണ്. റൗണ്ട് വേംസുകളുടെ ഫൈലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഷ് ഹെൽമിന്തസ് ആണ്. ഇവരുടെ ശരീരം വട്ടത്തിലായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ശരീരം സർക്കുലർ രൂപത്തിലാണ് ഇരിക്കുന്നത്. അത് കാരണം കൊണ്ടാണ് ഇവരെ ഹാഷ് ഹെൽമിന്തസ് എന്ന് പറയുന്നത്. മിസ് കാണിച്ചു തരാം കേട്ടാ. പിന്നെ കണ്ട, ഇവർക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഉണ്ട്. കണ്ട, ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണിത്. ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇവർക്ക് മൗത്ത് ഉണ്ട്, ഫാരിങ്സ് ഉണ്ട്, ഇൻഡസ്റ്റൈൻ ഉണ്ട്, പിന്നെ വേസ്റ്റ് പോകാൻ ഏനസ് ഉണ്ട്. ഓക്കെ, മൗത്ത് മുതൽ ഏനസ് വരെ ഇവരുടെ എലിമെന്ററി കനാൽ അല്ലെങ്കിൽ ഭക്ഷണം പോകുന്ന കനാലില്ലേ, അത് കംപ്ലീറ്റ് ആണ്. അത് കാരണം കൊണ്ടാണ് ഇവർക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവർക്കൊരു മസ്കുലാർ ഫാരിങ്സ് ഉണ്ട്.
ഫാരിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചാല് എത്തുന്ന ഒരു ഇടമുണ്ട്, മീൻസ് സ്റ്റൊമക്കിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു സ്പേസ് ഉണ്ട്. അതേപോലെ മൂക്കിലൂടെ ശ്വാസം എടുത്തു കഴിഞ്ഞാലും ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇറ്റ് ഈസ് എ കോമൺ പാസേജ് ഫോർ എയർ ആൻഡ് ഫുഡ് എന്ന് പറയും. അതിനെയാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഭക്ഷണം കഴിച്ചാലും മൂക്കിലൂടെ ശ്വാസം എടുത്താലും അവർ കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അതിനെയാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. നമ്മുടെ റൗണ്ട് വേംസിന്റെ മെയിൻ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു മസിൽസുകൾ കൊണ്ടുണ്ടാക്കിയ ഫാരിങ്സ് ഉണ്ട്. അതിനെ നമ്മൾ മസ്കുലാർ ഫാരിങ്സ് എന്ന് പറയും. അപ്പൊ മസ്കുലാർ ഫാരിങ്സ് ഉള്ള ഫൈലമാണ് നമ്മുടെ ആഷ്ഹെൽമിന്തസ്. ആഷ്ഹെൽമിന്തസ്. ഓക്കെ, ഇനി നിങ്ങൾ കണ്ട ഇവരുടെ ശരീരത്തിൽ ഒരു എക്സ്ക്രീറ്ററി ട്യൂബ് ഉണ്ട്. ഇതാണ് എക്സ്ക്രീറ്ററി ട്യൂബ്. ഈ എക്സ്ക്രീറ്ററി ട്യൂബ് വഴിയാണ് വേസ്റ്റുകൾ എക്സ്ക്രീഷൻ നടക്കുന്നത്. അപ്പൊ നമ്മളുടെ ശരീരത്തിൽ കിഡ്നി ഉണ്ട് അല്ലെ, യൂറിനെ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, യൂറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരുണ്ട്? കിഡ്നി ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആഷ്ഹെൽമിന്തസിൽ എക്സ്ക്രീറ്ററി ട്യൂബ് ഉണ്ട്. ഈ ട്യൂബ് വഴിയാണ് വേസ്റ്റ് പുറത്തോട്ട് വരുന്നത്. ഈ വേസ്റ്റ് പോകുന്ന ഈ എയ്നസ്, നമ്മളതൊക്കെ എയ്നസ് ആണ്, ഇവരുടെ ഈ ഓട്ടക്ക് പറയുന്ന പേരാണ് എക്സ്ക്രീറ്ററി പോർ. എക്സ്ക്രീറ്ററി പോർ. ഓക്കെ, അപ്പൊ ഇവരുടെ എക്സ്ക്രീറ്ററി ട്യൂബ് വേസ്റ്റ് റിമൂവ് ചെയ്തിട്ട് എക്സ്ക്രീറ്ററി പോർ വഴി പുറത്തോട്ട് വരും. അപ്പൊ ചിലപ്പോ എക്സാമിന് ചോദിക്കും, എക്സ്ക്രീറ്ററി ട്യൂബ് ഏത് ഫൈലത്തിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ പേര് പറയും? ഏത് ഫൈലത്തിന്റെ പേര് പറയും? ആഷ്ഹെൽമിന്തസ്. ഓക്കെ, ആഷ്ഹെൽമിന്തസ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇതുവരെ മിസ് പറഞ്ഞ പ്ലാറ്റിഹെൽമിന്തസ് വരെയുള്ള ഫൈലം ആണും പെണ്ണും ഒന്നായിരുന്നു, ഹെർമാഫ്രോഡൈറ്റുകളായിരുന്നു. പക്ഷെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫൈലം ഇത് ആഷ്ഹെൽമിന്തസ്. ഇവരിൽ ആണും പെണ്ണും വ്യത്യസ്തമാണ്. അഞ്ചാമത്തെ ഫൈലം, 11 ഫൈലങ്ങളിലെ അഞ്ചാമത്തെ ഫൈലമായിട്ടുള്ള ആഷ്ഹെൽമിന്തസിലാണ് ആണും പെണ്ണും എന്നുള്ള സെപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ കണ്ട, ഇതില് നീളം കുറഞ്ഞ ഒരാളുണ്ട്, നീളം കൂടിയതൊരാളുണ്ട് അല്ലെ? നിങ്ങൾ മനസ്സിലാക്കുക, സ്ത്രീകൾക്ക് കുറച്ചൊന്നും വലുപ്പം കൂടുതലാണ്. ഓക്കെ, റൗണ്ട് വേംസിന്റെ കേസിൽ ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. ഇത് മെയില്, ഇത് ഫീമെയില്. അപ്പൊ രണ്ട് പുഴുക്കൾ കിടക്കുകയാണെന്ന് വിചാരിച്ചു. അതിൽ ഏറ്റവും ചെറുത് മെയിലായിരിക്കും, ഏറ്റവും വലുത് ഫീമെയിൽ ആയിരിക്കും. ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. അതുകൊണ്ട് നമുക്ക് ഇവർ എന്ത് പറയാം? റൗണ്ട് വേംസുകളിൽ സെക്ഷുവൽ ഡൈമോർഫിസം ഉണ്ട് എന്ന് പറയാം. സെക്ഷുവൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആണിന്റെയും പെണ്ണിന്റെയും രൂപം വ്യത്യാസമാണ്. ഡൈമോർഫിസം, രണ്ട് മോർഫോളജിയാണ് അല്ലെ? ആണിന് വേറൊരു മോർഫോളജി, പെണ്ണിന് വേറൊരു മോർഫോളജി. സെക്ഷുവൽ ഡൈമോർഫിസം കാണിക്കുന്ന ഒരു ഫൈലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആഷ്ഹെൽമിന്തസ് ആണ്. ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ് എന്ന് കാണിക്കുന്ന ഫൈലം ചോദിച്ചാൽ അത് നമ്മുടെ ആഷ്ഹെൽമിന്തസ് ആണ്. റൗണ്ട് വേംസിന്റെ ഫൈലം ആഷ്ഹെൽമിന്തസ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആഷ്ഹെൽമിന്തസ്. സ്യൂഡോസീലോമേറ്റുകളുള്ള ഫൈലം ആഷ്ഹെൽമിന്തസ്. കണ്ട, ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ ആഷ്ഹെൽമിന്തസിന്. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പഠിക്കാം. 3 ഉദാഹരണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒരു ഫൈലം കൂടി പഠിക്കാം കേട്ടാ. 3 ഉദാഹരണങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. ആദ്യം റൗണ്ട് വേം. ഈ റൗണ്ട് വേമിന്റെ സയന്റിഫിക് നെയിം ആണ് എസ്കാരിസ്. എസ്കാരിസ്. എസ്കാരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് വേം. കണ്ട, വട്ടത്തിലുള്ള പുഴുവാണ് അല്ലേ റൗണ്ട് വേം. റൗണ്ട് വേം എസ്കാരിസ്. ഇനി അടുത്തതാണ് ഉഷരേറിയ ഫൈലാരിയൽ വേം എന്ന് പറയും. ഉഷരേറിയ നമ്മുടെ മന്ത് രോഗമില്ലേ, കാലൊക്കെ ഭയങ്കര തടിച്ച് വീർത്തിട്ട് വലിയ ആനയുടെ കാല് പോലുള്ള ഒരു രോഗമില്ലേ, മന്ത് രോഗം, നമ്മൾ പഠിക്കും. ആ രോഗമൊക്കെ ഉണ്ടാക്കുന്ന പുഴുക്കളാണ് ഈ ഫൈലാരിയൽ വേം. ഓക്കെ, ഇത് ഭയങ്കര ഒരു ഡെഡ്ലി ഡിസീസാ. വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറില്ല. അത് കാലങ്ങളോടെ നമ്മുടെ ശരീരത്തിൽ ഈ പുഴു ഉണ്ടാവും. ഓക്കെ, അപ്പൊ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു രോഗം ഉണ്ടാക്കുന്ന ഒരു പാത്തോജനും കൂടിയാണ് ഈ ഫൈലാരിയൽ വേം. ഇനി അടുത്തതാണ് ആൻസൈലോസ്റ്റോമ. ആൻസൈലോസ്റ്റോമ കുക്ക് വേം എന്ന് പറയും. കുക്ക് വേം ഇതാണ് ശരിക്കും നമ്മുടെ കൊക്കപ്പുഴു. കൊക്കപ്പുഴു എന്ന് പറയുന്നത് കേട്ടാ. മറ്റേ നാടവിരിയാണ്, മറ്റേ പ്ലാറ്റിഹെൽമിന്തസിലാണ്. ഇതാണ് കൊക്കപ്പുഴു എന്ന് പറയുന്നത്. ഇത് ഒരു പാരസൈറ്റും കൂടിയാ. ഇത് ചിലപ്പോൾ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ പറ്റി പിടിച്ചിട്ട് നമ്മുടെ ഭക്ഷണം മുഴുവൻ ന്യൂട്രിയൻസ് ഒക്കെ അടിച്ചു മാറ്റും. ഇതാണ് ശരിക്കും കൊക്കപ്പുഴു കേട്ടാ. ആൻസൈലോസ്റ്റോമ ഹുക്ക് വേം എന്ന് പറയും. ഓക്കെ, ഇനി
അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് 6ാമത്തെ ഫൈലം പഠിക്കാം. ഇന്ന് 6 ഫൈലങ്ങൾ വരെ പഠിച്ചാൽ മതി. ഇന്നലെ നമ്മൾ 2 എണ്ണം പഠിച്ചു, ഇന്ന് 3 എണ്ണം. നാളെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി കൂട്ടാം ട്ടാ. അപ്പൊ മെല്ലെ മെല്ലെ പഠിച്ചാൽ മതി. കാരണം പെട്ടെന്ന് ഇത് ഗ്രാസ്പ് ചെയ്യാൻ, ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. നിങ്ങൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുള്ളൂ. ഈ നമ്മളെ അനിമൽ കിങ്ഡം ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലാത്തതിന്റെ മെയിൻ കാരണം ഇത് മെയിൻ കുറെ കാര്യങ്ങൾ ഓർത്തു വെക്കാനുണ്ട്. പക്ഷെ നല്ല മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണടാ ആനിമൽ കിങ്ഡം. ഓക്കെ, എന്റെയൊക്കെ ഫേവറേറ്റ് ചാപ്റ്റർ ആനിമൽ കിങ്ഡം. നല്ല രസമാണ് ഈ പാഠം പഠിക്കാൻ. കുറെ ജീവികളെ കുറിച്ച് നമ്മൾ പഠിക്കും, അവരുടെ ഫീച്ചേഴ്സ് പഠിക്കും. എക്സാംസിനൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഭാഗം കൂടിയാണ് ആനിമൽ കിങ്ഡം. ഇനി സന എന്താ അവിടെ വരക്കണൊക്കെ ഉണ്ടല്ലോ സന, ബോറടിച്ചാ? സ്ക്രീനിൽ വരകളൊക്കെ കാണാനുണ്ട്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ 6ാമത്തെ ഫൈലമാണ് എന്നലിഡ. എന്നലിഡ, ഞാൻ ഈ എന്നലിഡ താള ആദ്യം കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മുടെ എർത്ത് വേം. എർത്ത് വേമിന്റെ ഫൈലം ഏതാ? എന്നലിഡ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മെറ്റാമറിസം എന്നുള്ള ഒരു പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു ജീവിയാണ് എർത്ത് വേം. എർത്ത് വേമിന്റെ ഫൈലമാണ് എന്നലിഡ. Their body is distinctly marked out into segments. ഈ ഓരോ സെഗ്മെന്റുകൾക്കും വിളിക്കുന്ന പേര് സെഗ്മെന്റ്സ് അല്ലെങ്കിൽ മെറ്റാമയേഴ്സ് എന്ന് പറയും. മെറ്റാമയേഴ്സ്. ഈ ഓരോ മെറ്റാമയേഴ്സുകളും കൂടി ചേർന്നിട്ടാണ് ഒരുപാട് സെഗ്മെന്റ്സുകൾ ഉണ്ടാവുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ പ്രോപ്പർട്ടിക്ക് വിളിക്കുന്ന പേരാണ് മെറ്റാമറിസം. എക്സാമിന് നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. മെറ്റാമറിസം കാണിക്കുന്ന ഫൈലം ഏതാ? ദാറ്റ് ഈസ് ഫൈലം എന്നലിഡ. ഇവർ അക്വാട്ടിക് ആണ്, വെള്ളത്തിൽ ജീവിക്കും. ടെറസ്ട്രിയൽ ആണ്, കരയിൽ കാണപ്പെടും. ഫ്രീ ലിവിംഗ് ആണ്, ഒറ്റക്ക് ജീവിക്കും. ചില ഘട്ടങ്ങളിൽ പാരസൈറ്റുകളുമായിട്ട് ജീവിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യോ എർത്ത് വേം പാരസൈറ്റ് ആണോ? എർത്ത് വേം മാത്രല്ല നമ്മുടെ എന്നലിഡയിലുള്ളത്, വേറെയും കുറെ ആളുകളുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഓർഗൻ സിസ്റ്റം ലെവലാണ് നമ്മൾ പഠിച്ചു. ആഷ് ഹെൽമിന്തസ് മുതൽ എല്ലാവരും ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷനാണ് കാണിക്കുന്നത്. ബൈലാറ്ററൽ സിമെട്രി ആണ്. ഇനി അത് എർത്ത് വേമിനെ ആലോചിച്ചാൽ തന്നെ അറിയാം. ഒരൊറ്റ വെട്ട് വെട്ടിക്കഴിഞ്ഞാൽ, സെൻട്രിൽ കൂടെ ഒരൊറ്റ വെട്ട് വെട്ടിക്കഴിഞ്ഞാൽ 2 കഷ്ണാക്കി മാറ്റാൻ പറ്റും, 2 ഈക്വൽ ഹാഫ്സുകളാക്കി മാറ്റാൻ പറ്റും അല്ലെ. അങ്ങനെ ഒരു പ്ലെയിനിൽ മാത്രം സംഭവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവരെ ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയാം. ഇനി അടുത്തതാണ് ട്രിപ്ലോബ്ലാസ്റ്റിക്. അതെ, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. അന്നലിഡ മുതൽ എല്ലാവരും സീലോമൈറ്റ. ആഷ് ഹെൽമിന്തസ് വരെ സ്യൂഡോസീലോമൈറ്റ് ആയിരുന്നു. അന്നലിഡ മുതൽ അങ്ങോട്ട് എല്ലാവരും എന്താണ്? സീലോമൈറ്റ് ആണ്. ഇവർക്ക് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണുള്ളത്. ക്ലോസ്ഡ് സർക്കുലേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. ബ്ലഡ് ഒഴുകാൻ ബ്ലഡ് വെസൽസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് കാണിക്കുക. ശരിയാണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ വെള്ളത്തിലൊക്കെ ജീവിക്കുന്ന ഒരു ജീവിയാണ് ഈ ഒരു ജീവി. ഈ ജീവിയുടെ പേര് നീറിസ് എന്ന. നീറിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നീറിസ്. ഓക്കെ, നമ്മുടെ കരിക്കുന്നനൊക്കെ പോലെ ഉണ്ട് അല്ലേ കാണാന്. ശരിക്കും കരിക്കുന്നനല്ല, വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു അന്നലിഡയാണ് നീറിസ്. നീറിസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവർക്ക് ഒരുപാട് ലാറ്ററലി ഒരുപാട് അപ്പൻഡേജസുകൾ ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് പാരാപോഡിയ. പാരാപോഡിയ. ഈ പാരാപോഡിയയാണ് അവരെ സ്വിമ്മിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പൊ വെള്ളത്തിലൊക്കെ നീന്താൻ പറ്റും ഇവർക്ക്, നീന്തി കളിക്കാൻ പറ്റും. കാരണം എന്താ? ഇവർക്ക് കുറെ ഇവരുടെ ശരീരത്തിന്റെ സൈഡുകളിൽ, ലാറ്ററൽ സൈഡുകളിൽ ഒരുപാട് അപ്പൻഡേജസുകൾ ഉണ്ട്. മീൻസ് അപ്പൻഡേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബോഡി പാർട്സുകൾ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പാരാപോഡിയ. പാരാപോഡിയ ഉള്ളത് കാരണം കൊണ്ടാണ് നീറിസിന് വെള്ളത്തിലൊക്കെ നീന്താൻ പറ്റുന്നത്. ഓക്കെ, ഇത് അക്വാട്ടിക് അനലിഡ് ആണ്. വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു അനലിഡയുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നീറിസിനെ പറയാം. ഓക്കെ, എർത്ത് വേം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കൂടുതലും ടെറസ്ട്രിയൽ ആയിട്ടാണ് നമുക്ക് ആരെ കാണുന്നത്? എർത്ത് വേംസുകളെ കാണുന്നത്. അപ്പൊ നമുക്ക് പറയാം, വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു അനലിഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മുടെ നീറിസ് ആണ് കേട്ടാ. പിന്നെ മക്കളെ, നിങ്ങൾക്ക് എർത്ത് വേമിന്റെ ഒരു പ്രത്യേകത അറിയോ? ഈ എർത്ത് വേമില് ആണും പെണ്ണും ഒന്ന് തന്നെയാ. ഓക്കെ, എർത്ത് വേമിന്റെ ഒരു എർത്ത് വേമിനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ആ ആളിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ആണ് പെണ്ണ് എന്നുള്ള ഒരു വ്യത്യാസം ആരിലില്ല, നമ്മുടെ എർത്ത് വേംസിലുള്ള. അത് കാരണം കൊണ്ട് എർത്ത് വേംസുകൾ മൊണീഷ്യസ് ആണെന്ന് പറയാം. മൊണീഷ്യസ്. മൊണീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മൊണീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
Hermaphrodite. മൊണീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും ഒന്ന്. അതിനെയാണ് നമ്മൾ മൊണീഷ്യസ് എന്ന് പറയുന്നത്. മൊണീഷ്യസ്. ഓക്കെ. മൊണീഷ്യസ് എന്ന് പറയാൻ കാരണം എന്താ? മെയിലും ഫീമെയിലും ഒന്നായതിനെയാണ് Six, നമ്മൾ sir. മൊണീഷ്യസ് എന്ന് പറയുന്നത്. മൊണീഷ്യസ് കണ്ട. പക്ഷേ നമ്മുടെ അന്നലിഡയുടെ കേസിൽ അവർ ഡൈഷ്യസ് ആണ്. കണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണും പെണ്ണും വ്യത്യസ്തമാണ്. ഇപ്പൊ ഒരു ഫൈലത്തിൽ തന്നെ രണ്ടാളുകൾക്ക് രണ്ട് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. എർത്ത് വേമിനോ മൊണീഷ്യസാ, ആണും പെണ്ണും ഒന്നാ. പക്ഷേ നീറിസിന്റെ കേസിൽ ആൺനീറിസുകളുണ്ട്, പെൺനീറിസുകളുണ്ട്. ബൈസെക്ഷുവലാ. എന്ന് വെച്ച് ബൈസെക്ഷൽ അല്ല, യൂണിസെക്ഷൽ ആണ്. യൂണിസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് വേറെ പെണ്ണ് വേറെ. അതിനെ നമ്മൾ ഡൈഷ്യസ് എന്നാ പറയാ. ഡൈഷ്യസ്. ബട്ട് നമ്മളൊക്കെ ഡൈഷ്യസാ. കാരണം എന്താ? നമ്മൾ ആണ് വേറെ പെണ്ണ് വേറെ, അങ്ങനല്ലേ? മൊണീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആണും പെണ്ണും ഒരാള് തന്നെയാണ്. നമ്മൾ നേരത്തെ ഹെർമാഫ്രോഡൈറ്റ് എന്ന് പഠിച്ചില്ലേ റിയാനെ? ഹെർമാഫ്രോഡൈറ്റ് എന്ന് പഠിച്ചില്ലേ? ഈ ഹെർമാഫ്രോഡൈറ്റിന്റെ മറ്റൊരു വാക്കാണ് മൊണീഷ്യസ്. ഹെർമാഫ്രോഡൈറ്റിന്റെ മറ്റൊരു വാക്കാണ് മൊണീഷ്യസ്. ഓക്കെ. അല്ലെങ്കിൽ നമുക്കതിനെ ബൈസെക്ഷൽ എന്ന് പറയാം. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാലും മൊണീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നാ. മൊണീഷ്യസ് എന്ന് പറഞ്ഞാലും ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബൈസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നാ. ഓക്കെ. ഇനി ഡൈഷ്യസ് എന്ന് പറഞ്ഞാലും പിന്നെ യൂണിസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ തീരും ട്ടാ. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഈ എർത്ത് വേമിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല, നെഫ്രീഡിയയാണ്. നെഫ്രീഡിയ. ഓക്കെ. ഇവർക്ക് കിഡ്നി ഒന്നുമില്ല, പകരം നെഫ്രീഡിയ പറഞ്ഞിട്ടുള്ള ഒരു ഓർഗൻ ആണുള്ളത്. നെഫ്രീഡിയ. ഈ നെഫ്രീഡിയയാണ് ഇവരുടെ എക്സ്ക്രീഷനെയും ഓസ്മോ റെഗുലേഷനും വേണ്ടി സഹായിക്കുന്നത്. നെഫ്രീഡിയ ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ 4ാമത്തെ ഫൈലം പഠിച്ചത് പ്ലാറ്റി ഹെൽമിന്തസ്. അവരുടെ എക്സ്ക്രീറ്ററി ഓർഗന്റെ പേര് നിങ്ങൾ ഓർത്തു വെക്കണം. അതിന്റെ പേര് എന്തായിരുന്നു? ഫ്ലെയിം സെൽസ് അല്ലെ? ഫ്ലെയിം സെൽസ് ആയിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ആഷ് ഹെൽമിന്തസിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആരായിരുന്നു? എക്സ്ക്രീറ്ററി ട്യൂബ് ആയിരുന്നു. നീ ഇത് നല്ല ഓർത്തു വെച്ചോട്ടാ. റിയാന ഓർത്തു വെച്ചോ, നിനക്ക് അത് നീറ്റിന് ഉപകരിക്കും. പിന്നെ അതേപോലെ അന്നലിഡയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതായിരുന്നു? നെഫ്രീഡിയ ട്ടാ. ഈ 3 പേരുകളും നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കണം. ഓരോ ഫൈലത്തിന്റെയും കമ്പയർ ചെയ്ത് പഠിക്കണം. പ്ലാറ്റി ഹെൽമിന്തസിൽ നമ്മൾ ഫ്ലെയിം സെൽസാ പഠിച്ചത്. ആഷ് ഹെൽമിന്തസിൽ നമ്മൾ പഠിച്ചത് എക്സ്ക്രീറ്ററി ട്യൂബ് ആണ്. അന്നലിഡയിൽ നമ്മൾ പഠിക്കുന്നത് നെഫ്രീഡിയ ആണ് ട്ടാ. ഓക്കെ. അപ്പൊ അതൊന്ന് മക്കൾ ഓർത്തു വെക്കുക. ഇനി അടുത്തത് അത് അത്ര ഇത് വേണ്ട. ഇത് ഓക്കെ. ഫൈലം അന്നലിഡ. ഫൈലം അന്നലിഡയില് നമുക്ക് 2 മെയിൻ ഉദാഹരണങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ട്. 3 ഉദാഹരണങ്ങൾ. ഒന്ന് നീറിസ്. ഇത് നമ്മുടെ എർത്ത് വേം കണ്ട. എർത്ത് വേം കണ്ട, ഒരുപാട് സെഗ്മെന്റ്സുകൾ കൊണ്ടാണ് എർത്ത് വേമിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമ്മൾ ഫെറിട്ടിമ എന്ന് പറയും. എർത്ത് വേമിന്റെ സയന്റിഫിക് നെയിം ആണ് ഫെറിട്ടിമ പോസ്തുമ. ജസ്റ്റ് ഫെറിട്ടിമ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫെറിട്ടിമ. ഇതാരാള്? ഇയാള് കണ്ടാ? ഇയാളാരാ? ഇയാളെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അട്ട. അട്ട. അട്ട ഒരു പാരസൈറ്റും കൂടിയാ. അട്ട മനുഷ്യന്റെ ബ്ലഡ് കുടിക്കും അല്ലെ? അപ്പൊ അട്ട ഒരു പാരസൈറ്റും കൂടിയാണ് അല്ലേ? ഇതിന് ഹിറുഡിനാരിയ എന്ന് പറയും. ബ്ലഡ് സക്കിങ് ലീച്ച്. ബ്ലഡ് കുടിക്കുന്ന അട്ട, ഹിറുഡിനാരിയ. ഇവരുടെ രണ്ടാളുടെയും പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇവർ രണ്ടാളും മൊണീഷ്യസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അട്ടകൾ നോക്കിക്കഴിഞ്ഞാൽ ആണ് പെണ്ണ് എന്നുള്ളൊരു വ്യത്യാസമില്ല. ആണും പെണ്ണും ഒന്ന് തന്നെയാ. എർത്ത് വേമിലും എന്ത് ആണും പെണ്ണും ഒന്ന് തന്നെയാ. അത് കാരണം കൊണ്ട് രണ്ടുപേരും മൊണീഷ്യസ് ആണെന്ന് പറയാം. പക്ഷെ നമ്മുടെ നീറിസ് എന്താണ്? നീറിസ് ഡൈഷ്യസ് ആണ്. ഓക്കെ. ഡൈഷ്യസ് ആണ്. വേണമെങ്കിൽ ഇതും കൂടി വേണമെങ്കിൽ പറയാം. അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇവർക്ക് ബ്രെയിൻ ഒന്നുമില്ല. നമ്മുടെ അന്നലിഡക്ക് ബ്രെയിൻ ഒന്നുമില്ല. അവരുടെ ന്യൂറൽ സിസ്റ്റത്തിൽ ബ്രെയിൻ ഒന്നുമില്ല. പകരം അവർക്കുള്ളത് ഗാംഗ്ലിയ ആണ്. ഗാംഗ്ലിയ. ഓക്കെ. ഗാംഗ്ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ന്യൂറോൺസുകൾ കൂടിച്ചേർന്ന ഒരു സ്ട്രക്ചർ കണ്ട. പെയർഡ് ഗാംഗ്ലിയ. അതാണ് അവരുടെ ബ്രെയിൻ. അല്ലാണ്ട് നമ്മളെ ബ്രെയിൻ പോലത്തെ വലിയ ബ്രെയിനിന്റെ സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല. ഒരു പെയർഡ് ഗാംഗ്ലിയ ആണുള്ളത് ട്ടാ. ഓക്കെ. അപ്പൊ അത്ര മാത്രം പഠിച്ചാൽ മതി.
ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായോ? ക്ലാസ് മനസ്സിലായോ? യെസ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ക്ലാസ് ഫോർവേഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കുക, എന്താ വെച്ചാൽ ചെയ്യും കേട്ടോ. ഓക്കെ, ഞാൻ നോട്ട് ഫോർവേഡ് ചെയ്ത് തരാം. നിങ്ങൾ പഠിക്കുക, ക്ലാസ് വീണ്ടും കേൾക്കുക, നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഈ വീക്കെൻഡ് നമുക്ക് മൊഡ്യൂൾ 1 തീരും കേട്ടോ. ബാക്കി നമുക്ക് എടുക്കാം. അപ്പൊ ശരി മക്കളെ. ഓക്കെ, ഓക്കെടാ, ശരി ട്ടാ.